ചപ്പാത്ത് കുട്ടിക്കാനം മലയോര ഹൈവേയിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു. റോഡിന്റെ ഇരുവശവും കാട് വളർന്നു നിൽക്കുന്നതാണ് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാക്കുന്നത്. വാഹനയാത്രികളുടെ കാഴ്ച മറച്ച കാട് വളർന്നു നിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. കുട്ടിക്കാനം ചപ്പാത്തും മലയോര ഹൈവേ മനോഹരമാണ്. റോഡിന് ഇരുവശവും കാട്ടുചെടികൾ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന കാഴ്ചയും അതിമനോഹരം തന്നെ. എന്നാൽ ചെടികൾ വളർന്നു പന്തലിച്ചതോടെ അപകടവും ഉയർന്നു. കാഴ്ചകൾ ആസ്വദിച്ച് വാഹനം ഓടിക്കുന്നതും എതിരെ വരുന്ന വാഹനം കാണാതെ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ്. കൊടും വളവുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ റോഡിൽ വാഹനം ഓടിക്കുന്നത് തന്നെ ദുഷ്കരമാണ്. വളവുകളിൽ കാട്ടുചെടികൾ വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. വശങ്ങളിലെ ചെടികൾ വളർന്ന കാഷ് ബാരിയറും നടപ്പാതയും പിന്നിട്ട് റോഡിലെത്തിയിരിക്കുകയാണ്. റോഡിലെ ദിശാ ബോർഡുകളും സിഗ്നൽ ബോർഡുകളും കാടിനുള്ളിൽ ഒളിച്ചു കഴിഞ്ഞു. ചപ്പാത്ത് മലയോര ഹൈവേയിൽ റോഡിനിരുവശമായി വളരെയധികം കാട് കയറി അടഞ്ഞിരിക്കുകയാണ്. അത് വളരെയധികം അപകട സാധ്യത നിലനിൽപ്പുണ്ട്. അത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇത് വെട്ടി നീക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. റോഡിന്റെ നിലവാരം ഉയർന്നതോടെ വാഹനങ്ങളുടെ വേഗതയും ഉയർന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള ഡ്രൈവിംഗും അപകടം ക്ഷണിച്ചു വരുത്തുന്നതിനിടയിലാണ് കാട്ടുചെടികൾ വളർന്ന് കൂടുതൽ അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത്. നിത്യവും അപകടം നടക്കുന്ന റോഡിലൂടെ ശബരിമല ഭക്തന്റെ വാഹനം കടന്നു വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇതോടെ മലയോര ഹൈവേ ചോരക്കളമായി മാറുന്ന അവസ്ഥയിലാണ്. റോഡിലെ കാടുകൾ വെട്ടിനീക്കാൻ പൊതുമരാമത്ത് വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 1-ാം മൈലിൽ വളവ് തിരിഞ്ഞു വന്ന കാറ് മറ്റൊരു കാറിലിടിച്ചത് ഇതിന് ഉദാഹരണമാണ്. കൂടുതൽ അപകടം ഉണ്ടാകും മുന്നേ കാടുകൾ വെട്ടിനീക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.